1980, 90കളിൽ ടോളിവുഡിലെ പ്രമുഖ താരമായിരുന്നു സുമൻ. ബാലകൃഷ്ണ, വെങ്കടേഷ്, നാഗാർജുന എന്നിവർക്കൊപ്പം അക്കാലത്തെ യുവനിരയിലെ തിളങ്ങും താരമായിരുന്നു ഇദ്ദേഹം. എന്നാൽ 1980കളുടെ മധ്യത്തിൽ ചെന്നൈയിൽ എടുത്ത ഒരു കേസിൽ അറസ്റ്റിലായതും ജയിലിൽ കിടന്നതും ഇദ്ദേഹത്തിന്റെ കരിയറിൽ തിരിച്ചടിയായി. ഈ കേസിൽ ഇദ്ദേഹത്തെ വെറുതെ വിട്ടെങ്കിലും ബ്ലൂ ഫിലിം കേസ് എന്ന് അറിയപ്പെടുന്ന ഈ കേസ് സുമന് വലിയ തിരിച്ചടിയായി. പിന്നീട് സഹനടനായും വില്ലനായും ഇന്ന് സുമൻ സിനിമയിൽ സജീവമാണ്. മലയാളത്തിൽ പഴശ്ശിരാജ, സാഗർ, ഏലിയാസ് ജാക്കി എന്നീ ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രജനീകാന്തിന്റെ ശിവാജി എന്ന സിനിമയിലെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധേയമാണ്. തെലുങ്കിലെ മുൻനിര താരമായി കത്തിനിന്ന സമയത്ത് സുമന്റെ കരിയർ തന്നെ അപകടത്തിലാക്കിയ ഈ കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു എം.ജി.ആറിന് അടക്കം പങ്കുണ്ടെന്നാണ് സുമന്റെ അടുത്ത സുഹൃത്തായ സാഗർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. സുമനെ വളർച്ചയിൽ തടയുന്നതിനായി അദ്ദേഹത്തിനെതിരെ വ്യാജ കേസ് ചുമത്തി ബ്ലൂ ഫിലിം നിർമ്മിച്ചുവെന്ന വ്യാജ ആരോപണങ്ങൾ ഉയർത്തി. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.ജി.ആർ ഈ സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നും സാഗർ വ്യക്തമാക്കി. സാഗറിന്റെ വെളിപ്പെടുത്തലുകൾ പ്രകാരം അന്നത്തെ തമിഴ്നാട് സംസ്ഥാന ഡി.ജി.പി, അന്നത്തെ മദ്യ വ്യവസായി വാഡിയാർ എന്നിവരുടെ ഗൂഢാലോചനയിലൂടെയാണ് സുമൻ ജയിലിൽ അകപ്പെട്ടത്. ജാമ്യം പോലും ലഭിക്കാത്ത വിധത്തിൽ സുമനെതിരെ കേസുകൾ ചുമത്തപ്പെട്ടു. ഈ എല്ലാത്തിനും ഒരു സ്ത്രീയുടെ സുമനോടുള്ള പ്രണയമെന്നതായിരുന്നു പ്രധാന കാരണമത്രേ. അന്ന് സ്ത്രീകൾക്കിടയിൽ ആരാധനാപാത്രമായിരുന്നു സുമൻ. അന്നത്തെ തമിഴ്നാട് ഡി.ജി.പിയുടെ മകളും സുമന്റെ ആരാധികയായിരുന്നു. എന്നാൽ ഇവർ വിവാഹിതരായിരുന്നു. എന്നിട്ടും ഈ സ്ത്രീ സുമന്റെ ഷൂട്ടിങ്ങിലേക്ക് വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ സുമന് അവളോടൊന്നും താല്പര്യമില്ലായിരുന്നു. അതേസമയം വാഡിയാരുടെ മകളോട് സുമന്റെ സുഹൃത്തിന് പ്രണയമുണ്ടായതും സാഹചര്യം കുഴപ്പത്തിലാക്കിയെന്നും സാഗർ പറയുന്നുണ്ട്. എം.ജി.ആർ സുമനെ വിളിച്ച് നേരിട്ട് ഈ കാര്യത്തിൽ താക്കീത് നൽകിയിരുന്നുവെന്നും എന്നാൽ ഇത് എന്റെ പ്രശ്നമല്ല എന്നും സുമൻ തുറന്നു പറഞ്ഞെന്നും സാഗർ പറയുന്നുണ്ട്. അങ്ങനെയാണ് 3 കേസുകളിൽ സുമൻ ഒരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സുമനെതിരെ ബ്ലൂ ഫിലിം നിർമ്മിച്ചതിന് കേസുണ്ടെന്നും വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. എന്നാൽ ഇത് കേസ് കെട്ടിച്ചമച്ചവർ പ്രകാരം കിട്ടാൻ പ്രചരിപ്പിച്ചതാണ്. അത്തരം ഒരു എഫ്.ഐ.ആർ ഇല്ലായിരുന്നു. സുമന്റെ ഒരു സുഹൃത്തിന് വീഡിയോ കാസറ്റ് കടയുണ്ടായിരുന്നു. ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടി. ഡി.ജി.പിയും വാഡിയാറും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയത്. മാസങ്ങളോളം സുമൻ ജയിലിലായി. എന്നാൽ പിന്നീട് ജാമ്യം ലഭിക്കുകയായിരുന്നു. തെലുങ്കിലെ അക്കാലത്തെ സൂപ്പർ താരങ്ങളുടെ പേരുകൾ ഇതിനൊപ്പം കേട്ടു. എന്നാൽ അതൊന്നും ശരിയല്ലെന്ന് സാഗർ പറയുന്നു. അതേസമയം 9 കൊല്ലം മുമ്പ് ഒരു തെലുങ്ക് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എം.ജി.ആർ തന്നെ അറസ്റ്റ് ചെയ്ത കാര്യം അറിയാൻ സാധ്യതയില്ലെന്നും അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി മോശമായതിനാലാണ് തമിഴ്നാട്ടിൽ ഡമ്മി ഭരണമാണ് എന്നും നടന്നതെന്നും സുമൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണ്. 3 കേസിലും അതിൽ പറഞ്ഞ സംഭവം നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ആയിരുന്നു എന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റി. കേസിൽ നിന്നും ഒരു ഹീറോയെപ്പോലെ തന്നെയാണ് ഞാൻ വെളിയിൽ വന്നത് എന്നും സുമൻ പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.